ഡ്രിവൺ ആയിട്ടാണ് ഈ ഒരു ഡെറ്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ സർക്കാരുകളും ചെയ്തിരുന്നത് അതുപോലെ തന്നെയായിരുന്നു. അല്ല, അങ്ങനെ നമ്മൾക്ക് മുഴുവനായിട്ട് അതിനെ കുറ്റം പറയാനും പറ്റില്ല. ഇപ്പം 5.07 ലക്ഷം കോടിയുടെ കടമുണ്ടെന്ന് പറയുന്നു. 11-12 കണക്കിൽ 78,000 കോടി രൂപയായിരുന്നു. 16-17 ആകുമ്പോൾ അത് 1.5 ലക്ഷം കോടി രൂപ കടക്കുന്നു. 21-22 അത് 3 ലക്ഷം കോടിക്ക് മുകളിലേക്ക് പോകുന്നു. ആ ഒരു നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞിരുന്ന പോലെ തന്നെ 6 ലക്ഷം കോടി രൂപയുടെ ഒരു കടം ഉണ്ടാകേണ്ട ഒരു കണക്കാണ്. ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ധവളപത്രത്തിലെ കണക്കായി വെച്ച് നോക്കുമ്പോൾ 93,000 കോടി രൂപയുടെ ഒരു കുറവുണ്ട്. കൂടാതെ കേരളം ഈ കടം ഉണ്ടാക്കി വെച്ചത് ഒന്നും ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ ആയാലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് വെൽഫെയർ സ്കീമുകളായാലുമുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കൊണ്ടാണ് ഈ ഒരു ഡെഫിസിറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് കേരളത്തിന് മറ്റ് പല രീതികളിൽ ലഭിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബ്രോഡർ രീതിയിലാണ്. അതായത് നമ്മൾ ഇത്രയും നാള് പാലിച്ചു വന്നിരുന്ന ഒരു സ്റ്റൈലിലാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും റിമാർക്കബിൾ ആയിട്ടോ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അതിനകത്ത്. അതായത് നമുക്ക് ഈ കടത്തിനെ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുവരെ ചെയ്തിരുന്ന നമ്മുടെ വെൽഫെയർ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ആണ്. ആ ഗ്രോത്തിനെ എത്ര മികച്ച രീതിയിൽ ആക്സലറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള, അതായത് വിഴിഞ്ഞം പോർട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വികസനത്തെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ മറ്റ് പല രീതിയിൽ ടൂറിസത്തിനൊക്കെയുള്ള ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യൂ. അങ്ങനെ ഒരു ഗ്രോത്ത് ഡ്രിവൺ ആയിട്ടാണ് ഈ ഒരു ഡെറ്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ സർക്കാരുകളും ചെയ്തിരുന്നത് അതുപോലെ തന്നെയായിരുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.